بسم الله الرحمن الرحيم الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا بسم الله الرحمن الرحيم وليحملن أثقالهم وأثقالا مع أثقالهم وليسألن يوم القيامة عما كانوا يفترون ബഹുമാന്യരായ വിശ്വാസിനികളെ സഹോദരങ്ങളെ, അള്ളാഹുവിൽ തഖ്വയുള്ള മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരമാവധി പിന്തുടരുന്ന യഥാർത്ഥ മാതൃകായോഗ്യരായ മുത്തഖികളായി ജീവിക്കാനും മരിക്കാനും ജീവിതത്തിൽ അങ്ങോളം ഇങ്ങോളം പരമാവധി പരിശ്രമിക്കുക, നിരന്തരം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കൾ നമുക്ക് അള്ളാഹു നൽകിയ വലിയൊരു നിഅമത്താണ്. ആ മക്കൾ എങ്ങനെയാണ് നമ്മൾ മാതാപിതാക്കളോട് ഇടപെടേണ്ടത്, എങ്ങനെയെല്ലാം എന്തെല്ലാം അവർ ചെയ്തുകൂടാ എന്ന് പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തുമൊക്കെ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. യഥാർത്ഥത്തിൽ അവർക്കാണോ നമുക്കാണോ ആ വിഷയത്തിൽ വീഴ്ച സംഭവിച്ചത് എന്നതൊന്ന് പരിശോധിക്കേണ്ടതല്ലേ? നമ്മുടെ മാതാപിതാക്കൾ നമ്മളുടെ മുൻഗണനാ വിഷയങ്ങളും പരിഗണനാ വിഷയങ്ങളും മാറിപ്പോയതിൻ്റെ ഫലമാണ് സത്യത്തിൽ ഈ തലമുറ ഇങ്ങനെയാവാനുള്ള കാരണം. മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ പ്രാർത്ഥനകൾ വിശുദ്ധ ഖുർആനിൽ ധാരാളം സ്ഥലങ്ങളിൽ വന്നതായി കാണാം. അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയിലെ ആദ്യത്തെ വശം വജഅലി ലിസാന സുദത്തും ഫിൽ ആഖിരീൻ എന്ന, പടച്ചവനെ എന്നെക്കുറിച്ച് എനിക്ക് ശേഷം വരുന്ന ആളുകളുടെ മനസ്സിൽ
നല്ല ഓർമ്മ നിലനിർത്തണമേ. വജഅൽനി മിൻ വറസത്തി ജന്നത്തിൻ നഈം, എന്നെ സ്വർഗാവകാശികളിൽ ഉൾപ്പെടുത്തുകയും ചെയ്യണമേ. വലാ തുഖ്സിനി യൗമ യുബഅസൂൻ, പുനരുത്ഥാന നാളിൽ പടച്ചവനെ എന്നെ അപമാനിക്കല്ലേ. യൗമ ലാ യൻഫഉ മാലുൻ വലാ ബനൂൻ, എൻ്റെ മക്കളോ എൻ്റെ സമ്പത്തോ എനിക്ക് ഉപകാരപ്പെടാത്ത നാളാണത്. ഇല്ലാമൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം, കറപുരളാത്ത സുന്ദരമായ സുരക്ഷിതമായ വിശുദ്ധമായ മനസ്സുകൊണ്ടല്ലാതെ രക്ഷയില്ലാത്ത നാളിൽ പടച്ചവനെ എന്നെ കാത്തുരക്ഷിക്കണമേ എന്ന് അദ്ദേഹം പ്രാർത്ഥിച്ചു. തൻ്റെ സ്വന്തം കാര്യം പൂർണാർത്ഥത്തിൽ ദുനിയാവും പരലോകവും ഖൈറായി തീരുവാൻ വേണ്ടി നടത്തിയ പ്രാർത്ഥനകൾക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന പോകുന്ന വഴി നമ്മൾ നോക്കേണ്ടതുണ്ട്. അല്ലാഹു പറയാണ്, അദ്ദേഹം പ്രാർത്ഥിച്ചു, റബ്ബനാ വജഅൽനാ മുസ്ലിമൈനി ലക വമിൻ ദുർരിയ്യതിനാ ഉമ്മത്തൻ മുസ്ലിമത്തൻ ലക വഅരിനാ മനാസികനാ വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. രക്ഷിതാവേ, എന്നെയും എൻ്റെ ഭാര്യയെയും, സുബ്ഹാനല്ലാഹ്, മാതാപിതാക്കൾ നല്ലോണം കേൾക്കാനാട്ടോ, ശ്രദ്ധിക്കാനാണ്. പടച്ചവനെ, എന്നെയും എൻ്റെ ഭാര്യയെയും മുസ്ലിങ്ങളാക്കി നിലനിർത്തണമേ. വമിൻ ദുർരിയ്യത്തിനാ, പടച്ചവനെ എൻ്റെ മക്കൾ പേരമക്കളായി എൻ്റെ പരമ്പരയെയും അങ്ങനെ തന്നെ നിലനിർത്തണമേ, മുസ്ലിമീങ്ങളാക്കണമേ. അരിനാ മനാസിക്കന, ഞങ്ങൾക്ക് നിർബന്ധമായ ആരാധനാകർമ്മങ്ങൾ കൃത്യമായി ഞങ്ങൾക്ക് പഠിപ്പിച്ചു തരികയും അത് നിലനിർത്തി കൊണ്ടുപോകാനുള്ള തൗഫീഖ് നൽകുകയും ചെയ്യണമേ. വതൂബ് അലൈനാ, പടച്ചവനെ ഞങ്ങളിൽ നിന്ന് വന്നുപോയ വീഴ്ചകളെല്ലാം ഞങ്ങൾക്ക് തൗബ നൽകണമേ. ഇന്നക അൻതത് തവ്വാബുർ റഹീം, നീ ഏറെ തൗബ സ്വീകരിക്കുന്നവരും കരുണാമയനുമാണല്ലോ. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിലേക്ക് നമ്മൾ ഉയർത്തേണ്ട കൈകൾ ആദ്യ സ്ഥാനങ്ങളിൽ വരേണ്ടത് നമ്മളുടെയും നമ്മുടെ ഇണകളുടെയും നമ്മളുടെ മക്കളുടെയും ആദർശവിശുദ്ധിക്കും ആരാധനാനിഷ്ഠക്കും വേണ്ടിയായിരിക്കണം എന്നർത്ഥം. ആ വിഷയത്തിൽ നമുക്കോ നമ്മുടെ മക്കൾക്കും വന്ന വീഴ്ചകൾക്ക് തൗബ ചെയ്തുകൊണ്ടായിരിക്കണം തുടങ്ങേണ്ടത് എന്നർത്ഥം. മറ്റൊരിടത്ത് അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന നമുക്ക് വായിക്കാൻ കഴിയും, വജഅൽനി വജ്നുബ്നി വബനിയ അൻ അഅ്ബുദൽ അസ്നാം. പടച്ചവനെ, എന്നെയും എൻ്റെ മക്കളെയും വിഗ്രഹാരാധനയിൽ നിന്ന്, ബഹുദൈവാരാധനയിൽ നിന്ന് അകറ്റി നിർത്തണമേ. എന്നിട്ട് പിന്നെ അദ്ദേഹം പറയും, വജഅൽനി വജ്നുബ്നി വബനിയ അൻ അഅ്ബുദൽ അസ്നാം എന്ന് പറഞ്ഞത്, റബ്ബി ജഅൽനി മുഖീമസ് സ്വലാത്തി വമിൻ ദുർരിയ്യതി. പടച്ചവനെ, തൗഹീദുള്ളവരായി മാത്രം പോരാ, വജഅൽനി റബ്ബി ജഅൽനി മുഖീമസ് സ്വലാത്തി വമിൻ ദുർരിയ്യതി, എന്നെയും എൻ്റെ മക്കളെയും നമസ്കാരം നിലനിർത്തുന്നവരാക്കണമെന്ന്. നമ്മൾ മാതാപിതാക്കൾ ശ്രദ്ധിക്കാതെ പോയ ചില മേഖലകൾ, നമ്മൾ ഗൗനിക്കാതെ പോയ ചില കാര്യങ്ങൾ, നമ്മൾ പ്രാധാന്യപൂർവം പരിഗണിക്കാതെ പോയ ചില കാര്യങ്ങളായിരുന്നു ഖലീലുർ റഹ്മാൻ ഇബ്രാഹിം അലൈഹിസ്സലാമിന് തൻ്റെ കുടുംബത്തെക്കുറിച്ചുണ്ടായിരുന്നത് എന്നർത്ഥം. തൻ്റെ കുടുംബം എന്തായിത്തീരണം എന്ന അദ്ദേഹത്തിൻ്റെ പ്ലാനും പദ്ധതികളും ഒക്കെയാണ് വിശുദ്ധ ഖുർആൻ ഇങ്ങനെ നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ പ്രാർത്ഥിച്ചിട്ട് അദ്ദേഹം അവസാനം പറഞ്ഞു, പടച്ചവനെ, വജഅൽ അഫ്ഇദത്തൻ മിനന്നാസി തഹ്വി ഇലൈഹിം വർസുഖ്ഹും മിനസ്സമറാത്തി ലഅല്ലഹും യശ്കുറുൻ. പടച്ചവനെ, അവരെ സാമ്പത്തികമായി ബുദ്ധിമുട്ടില്ലാത്ത
ഭക്ഷണ കാര്യങ്ങൾക്ക് വരുമാന മാർഗങ്ങൾക്ക് കുറവില്ലാത്ത രൂപത്തിൽ നീ അവരെ സ്വയം പര്യാപ്തരാക്കുകയും ചെയ്യണമേ റഹ്മാനെ. മക്കളുടെ ദുനിയാവിൻ്റെ വിജയവും ദുനിയാവിൻ്റെ നേട്ടവും ദുനിയാവിലെ അവരുടെ ഐശ്വര്യവും ഒക്കെ ആ പിതാവിൻ്റെ ആഗ്രഹമാണ്, മനസ്സിലുണ്ട്. അതിനു വേണ്ടിയുള്ള അടിത്തറ അദ്ദേഹം പണിതു വെക്കുന്നുണ്ട്, അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നുമുണ്ട്. പക്ഷെ അതിനേക്കാൾ എത്രയോ കൂടുതലാണ് മക്കളുടെ ആത്മീയ ജീവിതത്തിന്, സാംസ്കാരികമായ ഔന്നത്യത്തിന്, ധാർമ്മിക നിഷ്ഠക്ക്, മക്കളുടെ വിശ്വാസ വിശുദ്ധിക്ക്, മക്കളുടെ പരലോക വിജയത്തിന് വേണ്ടിയുള്ള അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ എന്നത് നമ്മളെ ഇരുത്തി ചിന്തിപ്പിക്കണം. പിന്നീട് അദ്ദേഹം നടത്തുന്ന ഒരു പ്രാർത്ഥന അൽഹംദുലില്ലാഹില്ലദീ വഹബലി അലൽ കിബരി ഇസ്മാഈല വ ഇസ്ഹാഖ് എന്നാണ്. പടച്ചവനെ, എനിക്ക് ഇസ്മായിലിനെയും ഇസ്ഹാക്കിനെയും മക്കളായി തന്ന നിനക്ക് അതിന് ശുക്ർ കാണിക്കാൻ, നന്ദി കാണിക്കാൻ എനിക്ക് തൗഫീഖ് ഏകണമേ റഹ്മാനൻ. മക്കൾ അനുഗ്രഹമായി മാറുന്നിടത്താണ് അതിനു വേണ്ടിയുള്ള നന്ദി പ്രകാശനം വരുന്നത് എന്നത് പ്രിയപ്പെട്ട മാതാപിതാക്കൾ തിരിച്ചറിയേണ്ടതുണ്ട്. നമ്മുടെ കണ്ഠകോടാലിയാവാൻ ഇടയുള്ള നമുക്കോ നമ്മുടെ കുടുംബത്തിനും അപമാനവും മാനക്കേടുമൊക്കെ ഉണ്ടാക്കി തീർക്കാൻ ഇടയുള്ള കോലത്തിൽ മക്കളെ വളർത്തിക്കൊണ്ടുവന്നിട്ട് അള്ളാഹുവിന്റെ മുമ്പിൽ ചെന്നിട്ട് എങ്ങനെയാണ് നമുക്ക് അൽഹംദുലില്ലാഹില്ലദീ വഹബലി എന്ന് പറയാൻ കഴിയുക എന്നത് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. 10 മക്കളെ കിട്ടിയവർ, 5 മക്കളെ കിട്ടിയവർ, സമ്പന്നരായ മക്കളെ കിട്ടിയവർ, വിദ്യാഭ്യാസമുള്ള ഉദ്യോഗസ്ഥന്മാരെ കിട്ടിയവർ, ഭരണാധികാരികളെ, ജനപ്രതിനിധികളെ മക്കളായി കിട്ടിയവരൊക്കെ നമ്മുടെ നാട്ടിൽ, നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ കൂട്ടത്തിലുണ്ട്. പക്ഷേ അവരെ നമുക്ക് മക്കളായി കിട്ടിയതിൻ്റെ പേരിൽ പരലോകത്ത് അള്ളാഹുവിനൊരു ശുക്ർ കാണിക്കാനുള്ള അവസരമാണോ നമുക്കുണ്ടാവുക? അതോ ഇന്ന മിൻ അസ്വാജിക്കും ഔലാദിക്കും അദുവ്വൻ ലക്കും എന്ന് പരിശുദ്ധ ഖുർആൻ വേറെ ഒരിടത്ത് പറഞ്ഞല്ലോ. നിങ്ങളുടെ ഇണകളും മക്കളും നിങ്ങളുടെ ശത്രുപക്ഷത്താണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. അത്തരക്കാരുമുണ്ട് നിങ്ങളുടെ കൂട്ടത്തിൽ. ദുനിയാവിൽ നിങ്ങൾക്ക് അപമാനമാകുന്ന, പരലോകത്ത് നിങ്ങളെ മുച്ചൂട് നശിപ്പിക്കുന്ന, പരാജയപ്പെടുത്ത രൂപത്തിൽ വളർന്നു വരുന്ന മക്കൾ നിങ്ങളുടെ കൂട്ടത്തിലുണ്ട്. ഫഹദറൂഹും, അതുകൊണ്ട് അവരെ നിങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി തിരുത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ശത്രുപക്ഷത്ത് നിൽക്കുന്ന മക്കളെയാണോ നമ്മൾ വളർത്തിക്കൊണ്ടിരിക്കുന്നത് എന്നത് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ ഒന്ന് വായിച്ചു പോകേണ്ടതുണ്ട്, ഒന്ന് ആലോചിച്ചു പോകേണ്ടതുണ്ട്. ഇന്നമാ അംവാലുക്കും ഔലാദുക്കും ഫിത്ന എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലോ. നിങ്ങളുടെ മക്കളും സന്താനങ്ങളും നിങ്ങൾക്ക്, ഞാൻ പറയാതൊരു ഫിത്തനയെന്നാ പറയാം, അതിന് മലയാളം പറയേണ്ട ആവശ്യമില്ല അല്ലേ. ഫിത്തന എന്നുള്ളത് മലയാളമാണ് ഇപ്പം നമ്മുടെ നാട്ടിൽ. അതിൻ്റെ അർത്ഥം എന്താണ് കൃത്യമായിട്ട് ഇപ്പം നമുക്കറിയാം. നിങ്ങളുടെ സമ്പത്ത് ഫിത്തനയാണ്, നിങ്ങളുടെ മക്കൾ ഫിത്തനയാണ്. എന്ത് ഫിത്തന? അത് നമുക്കൊരു പരീക്ഷണമായി, ഒരു സങ്കടമായി മാറിക്കൊണ്ടിരിക്കുന്നുവോ എന്നത് നമ്മൾ ആലോചിക്കണം. നോക്കൂ, നിങ്ങൾ ഇത്രയൊക്കെ പ്രാർത്ഥിച്ച മഹാനുഭാവൻ, ജീവിതത്തിൽ മക്കൾക്ക് വേണ്ടി ജീവിച്ചു തീർത്ത മഹാനുഭാവൻ, മക്കളുടെ ഭൗതികവും പാരത്രികവുമായ വിജയത്തിന് വേണ്ടി മാത്രം നിലകൊണ്ട ആ പിതാവ് ഒരിക്കൽ പ്രാർത്ഥിച്ചത് എന്താണെന്നറിയോ? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, വഇദ് ഇബ്തലാ ഇബ്രാഹീമ റബ്ബുഹു ബികലിമാത്തിൻ ഫഅതമ്മഹുന്ന ഖാല ഇന്നി ജാഇലുക ലിന്നാസി ഇമാമ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബിയെ പലതരത്തിലുള്ള പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കി. ആ പരീക്ഷണങ്ങളിലൊക്കെ അദ്ദേഹം വിജയം വരിച്ചു. അങ്ങനെ വിജയം വരിച്ചപ്പോൾ അള്ളാഹു പറഞ്ഞു, ഇന്നി ജാഇലുക ലിന്നാസി ഇമാമ. ഇബ്രാഹിം, നാം താങ്കളെ ലോകത്തിന് മാതൃകയാക്കാൻ, നേതാവാക്കാൻ ഉദ്ദേശിക്കുന്നു. സ്വാഭാവികമായിട്ടും അദ്ദേഹം പറഞ്ഞുപോയി, പടച്ചോൻ അത് നല്ല കാര്യമാണ്, മുഅ്മിൻ ദുരിയത്തി, എൻ്റെ മക്കളെയും കൂടെ ആക്കണേ. സുബ്ഹാനല്ലാഹ്. നമ്മൾ ആലോചിച്ചോളിട്ടോ, നല്ലോണം ചിന്തിച്ചോളി. പടച്ചവനെ, എനിക്ക് കിട്ടിയ മഹത്തായ നിഅമത്തിന്റെ മക്കൾക്ക് കൂടി കൊടുക്കണേ. നമ്മൾ ഓരോ മാതാപിതാക്കളുടെയും ആഗ്രഹമാണത്. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ വെച്ച് പറഞ്ഞു, അവിടെ മാത്രം, ഖാല ലാ യനാലു അഹദിൽ ളാലിമീൻ. ഇബ്രാഹിം,
ആ വർത്താനം കൊണ്ട് പറയണ്ട. ക്രമം വിട്ട് അക്രമം ജീവിച്ചിരിക്കുന്നവർ ആരാണെങ്കിലും അത് താങ്കളുടെ മക്കളാണെങ്കിൽ പോലും അത് ബാധകാവൂല. ഇവിടെ ആ വർത്താനം കൊണ്ട് പറയണ്ട. എന്റെ മോമിനിങ്ങളെ, വലാ തുഖ്ദിനി യൗമ യുബഅസൂന യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീമിൻ അദ്ദേഹം പ്രാർത്ഥിക്കാനുള്ള കാരണം എന്താ? മക്കൾക്ക് ദുനിയാവിന്റെ നായകത്വം നൽകാൻ, നേതൃപദവി നൽകാൻ, മക്കളെ മറ്റുള്ളവർക്ക് മാതൃകയാക്കണം എന്ന അദ്ദേഹത്തിന്റെ ആഗ്രഹത്തിന് ഒറ്റ നിബന്ധനയാണ്, ക്രമം വിട്ട് ജീവിച്ചാൽ നടക്കില്ല. ഇബ്രാഹിം, അങ്ങനെ താങ്കളെപ്പോലെ താങ്കളുടെ മക്കളും കുടുംബവും ആവണം എന്നത് താങ്കൾക്ക് പറയാൻ കഴിയുന്നതല്ല. അതിന് അവർ തീരുമാനിക്കണം, അതിന് അവർ നന്നാവണം എന്ന്. നോക്കൂ നിങ്ങൾ, മറ്റൊരു പ്രാർത്ഥന അദ്ദേഹത്തിൻ്റെത് അല്ലാഹു സുബ്ഹാനഹു വ തആല തടഞ്ഞത് ഏതറിയോ? അദ്ദേഹം പറഞ്ഞു, വഗ്ഫിർലി അബി ഇന്നഹു കാന മിനൽ ളാലിൻ. സുബ്ഹാനല്ലാഹ്, പടച്ചവൻ എൻ്റെ വാപ്പ പിഴച്ച മാർഗത്തിലാണ് ജീവിക്കുന്നത്, അദ്ദേഹത്തിന് അറിവില്ലായിട്ടാണ്, മാപ്പാക്കി കൊടുക്കണേ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അതും സ്വീകരിച്ചില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് സ്വീകരിച്ചില്ല. പരിശുദ്ധ ഖുർആൻ പറയും, ഫലമ്മാ തബയ്യന ലഹു അന്നഹു അദുവ്വുൻ ലില്ലാഹി തബറഅ മിൻഹു വമാ കാന ഇസ്തിഗ്ഫാർ ഇബ്രാഹിം ലി അബീഹി ഇല്ലാ മൗഇദത്തിൻ വഅദഹാ ഇയ്യാഹു. ഇബ്രാഹിം വാപ്പക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞിരുന്നു, അത് അദ്ദേഹം ചെയ്തു. പക്ഷേ ഫലമ്മാ തബയ്യന ലഹു അന്നഹു അദുവ്വുൻ ലില്ലാഹ്, ബാപ്പ അള്ളാഹുവിന്റെ ഇഷ്ടക്കാരനായിട്ടല്ല ജീവിക്കുന്നത് എന്ന് ബോധ്യപ്പെട്ടപ്പോൾ അദ്ദേഹം ആ പ്രാർത്ഥന തിരിച്ചെടുത്തു. എന്താ കാര്യം എന്നറിയോ? മക്കാന ലിന്നബിയ്യി വല്ലദീന ആമനൂ യസ്തഗ്ഫിറൂ ലിൽ മുശ്രികീന വലൗ കാനൂ ഉലീ ഖുർബാ. എത്ര അടുത്ത ബന്ധുക്കളാണെങ്കിലും ശിർക്ക് ചെയ്ത് ജീവിക്കുന്നവരാണെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഈ സമുദായത്തിന് പാടില്ല അള്ളാഹു പറഞ്ഞു. എന്നിട്ട് സൂറത്ത് മുംതഹിന അവതരിപ്പിക്കുമ്പോൾ അള്ളാഹു പറഞ്ഞു, ഇബ്രാഹിം നബിയിൽ നിങ്ങൾക്ക് മാതൃകയുണ്ട്, പക്ഷെ ഇല്ലാ ഖൗല ഇബ്രാഹിം അലി അബീഹില അസ്തഗ്ഫിറന്ന ലക്, താങ്കൾക്ക് വേണ്ടി ഞാൻ ഇസ്തിഗ്ഫാർ നടത്താം വാപ്പാ എന്ന് ഇബ്രാഹിം നബി പറഞ്ഞതിൽ നിങ്ങൾക്ക് മാതൃകയില്ല. ഇല്ല. എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കൾക്ക് മനസ്സിലാവുന്നുണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് എന്താ? എൻ്റെ മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നതെല്ലാം കണക്കു പറയേണ്ടി വരുന്ന കാര്യങ്ങളാണ് എന്ന് നമുക്ക് ഓർമ്മ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്. 2 ആയത്തുകൾ നമുക്ക് കാണാൻ കഴിയും. പൊതുവിൽ ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് ഞാൻ ചെയ്ത തെറ്റുകളുടെ ഫലം മറ്റൊരാൾ അനുഭവിക്കേണ്ടി വരില്ല എന്നതാണല്ലോ. പക്ഷേ വിശുദ്ധ ഖുർആനിൽ 2 ആയത്ത് നമുക്ക് വായിക്കാൻ കഴിയും. ഒന്ന് സൂറത്ത് നഹലിന്റെ 25-ാമത്തെ ആയത്ത്, മറ്റൊന്ന് സൂറത്ത് അങ്കബൂത്തിന്റെ 13-ാമത്തെ ആയത്ത്. അങ്കബൂത്തിന്റെ 13-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയും, ലി യഹ്മിലു ഔദാറഹും വല യഹ്മിലുന്ന അസ്താലഹും. ഒരു വിഭാഗം ആളുകൾ സ്വന്തം പാപഭാരങ്ങൾ പൂർണ്ണമായും ചുമക്കേണ്ടി വരും. അതോടൊപ്പം അസ്താലം മഅ അസ്താലിഹിം, മറ്റു ചിലരുടെ പാപഭാരവും അവർ പേറേണ്ടി വരും. വലയുസ്അലുന്ന യൗമൽ ഖിയാമത്തി അമ്മാ കാനൂ യഫ്തറൂൻ. എന്തെല്ലാം കള്ളമാണ്, വ്യാജമാണ് ഇവിടെ പറഞ്ഞുണ്ടാക്കിയത്, ജീവിച്ചു തീർത്തത് എന്നതിന് അള്ളാഹുവിന്റെ മുമ്പിൽ അവർ ഉത്തരം കൊടുക്കേണ്ടി വരികയും ചെയ്യും. നഹലിലേക്ക് പോകുമ്പോൾ അള്ളാഹു പറയില്ല, യഹ്മിലു ഔസാറഹും കാമിലത്തൻ യൗമൽ ഖിയാമ. ഖിയാമത്ത് നാളിൽ അവർ സ്വന്തം പാപഭാരങ്ങൾ മുഴുവനായും ചുമക്കേണ്ടി വരും. വമിൻ ഔസാരില്ലദീന യുളില്ലൂനഹും ബിഗൈരി ഇൽമ. അറിവുണ്ടായിട്ടോ ഇല്ലാഞ്ഞിട്ടോ അറിവുകേട് നിമിത്തം അവർ മുഖാന്തിരം അവർ കാരണമായി പിഴക്കാനിടയായവരുടെ മുഴുവൻ പാപഭാരവും ഇവർ ചുമക്കേണ്ടി വരും. അലാ സാഅ മാ യസിറൂൻ. ഇത്രയും ചീത്തയായ ഒരു പാപം ചുമക്കലുണ്ടാവില്ല വേറെ എന്ന്. ഈ ആയത്തുകൾ വിശദീകരിച്ചിട്ട് മഹാനായ മുഫസ്സിർ ഇബ്നു ജരീർ ത്വബരി റഹ്മഹുല്ലാഹ് പറയും,
അതെന്താണെന്നറിയോ? അതവരുടെ മക്കളായിട്ടുണ്ടാക്കിയ പാപങ്ങളാകുന്നു എന്ന്. അത് വഹിയ ദുനൂബുല്ലദീ ബിസബബിഹിം, അവർ കാരണമായി ഉണ്ടായിത്തീർന്ന പാപങ്ങളാകുന്നു എന്ന്. ഞാൻ എൻ്റെ മകനെ ദീൻ പഠിപ്പിച്ചില്ല, ദീൻ പരിശീലിപ്പിച്ചില്ല, ഭൗതിക വിദ്യാഭ്യാസം കണ്ടമാനം നൽകി അവനിൽ വന്ന വീഴ്ചകൾ വസ്ത്രധാരണത്തിലോ ആരാധനയിലോ സംസാരത്തിലോ സ്വഭാവത്തിലോ പെരുമാറ്റത്തിലോ ആദർശത്തിലോ അവരിൽ വരുന്ന വീഴ്ചകൾ അതാത് സമയങ്ങളിൽ ചൂണ്ടിക്കാണിക്കാൻ ഞാൻ തയ്യാറായില്ല, ഞാനതിന് മനസ്സു വെച്ചില്ല. അല്ലേ? അതൊന്നും കാര്യമില്ല എന്ന് ഞാൻ വിചാരിച്ചു. ഇപ്പോഴത്തെ കാലത്ത് ഇങ്ങനെയൊക്കെ തന്നെ പോകുള്ളൂ എന്ന് ഞാൻ ന്യായവും പറഞ്ഞു. മക്കളല്ല ന്യായം പറഞ്ഞത്, ഞാനാണ്. ആര്? ബാപ്പയും ഉമ്മയാണ് ന്യായം പറഞ്ഞത്. അല്ലേ? നോക്കൂ നിങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, മൻ ദഅാ ഇലാ ഹുദൻ, ഒരാൾ മറ്റൊരാളെ നേർമാർഗത്തിലേക്ക് ക്ഷണിച്ചു എങ്കിൽ കാന ലഹു മിനൽ അജ്രി മിസ്ല ഉജൂരി മൻ ഇത്തബഅഹു ഇലാ യൗമിൽ ഖിയാമ, ആ നേർമാർഗം ഖിയാമത്ത് നാളോളം അയാളിൽ നിന്ന് കേട്ടവനെ കേട്ട് ഖിയാമത്ത് നാളോളം നിലനിൽക്കുന്നുവെങ്കിൽ അത്രയും കാലം അവരൊക്കെയും ചെയ്ത പുണ്യം ഇത് പറഞ്ഞു കൊടുത്ത ഇയാൾക്കും കിട്ടും. മിൻ ഗൈരി അൻ യൻഖുസ മിൻ ഉജൂരിഹിം ശൈഅ, ചെയ്തവർക്കൊന്നും അവനവന്റെ കുറ്റക്കൂലി കുറയുകയുമില്ല. പഠിപ്പിച്ചയാൾക്ക് എല്ലാത്തിൻ്റെയും ഒരു വിഹിതം കിട്ടും എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തുടർന്നു. വമൻ ദഅാ ഇലാ ളലാല, മുഅ്മിനീങ്ങൾ മാതാപിതാക്കൾ ശ്രദ്ധിച്ചോളൂ. വമൻ ദഅാ ഇലാ ളലാല, ഒരാൾ മറ്റൊരാളെ വഴികേടിലേക്ക് വേണ്ടി പ്രേരിപ്പിച്ചു, ക്ഷണിച്ചു, പരിശീലിപ്പിച്ചു, കാന ലഹു കാന അലൈഹി മിനൽ ഇസ്മി മിസ്ല അസാബി മൻ ഇത്തബഅഹു ഇലാ യൗമിൽ ഖിയാമ, അത് കാരണമുണ്ടായിത്തീർന്ന തിന്മകൾ എത്ര കാലം നിലനിൽക്കുന്നുവോ, അത് എത്ര ആളുകൾ ചെയ്യുന്നുവോ അത്രയും ആളുകൾക്ക് കിട്ടുന്ന ശിക്ഷയുടെ തുല്യ പങ്ക് ഈ കാരണക്കാരനും കിട്ടും. മിൻ ഗൈരി അൻ യൻഖുസ മിൻ ആസാമിഹിം ശൈഅ, റവാഹുൽ ബുഖാരി. ചെയ്തവർക്കൊന്നും കുറ്റത്തിന് ശിക്ഷക്കൊട്ട് കുറവുണ്ടാവില്ല. ഇവിടെയാണ് ഇബ്രാഹിം നബിയിൽ നിന്ന് നമ്മൾ വേറിട്ട് നിൽക്കുന്നത്. നമ്മൾ മക്കളുടെ ദുനിയാവിന് വേണ്ടി മാത്രമായി ജീവിച്ചു, അതിനു വേണ്ടുന്ന സൗകര്യങ്ങളൊക്കെയും ഏർപ്പെടുത്തി കൊടുത്തു. അവിടെ വരുന്ന നേരിയ വീഴ്ചകൾ പോലും അതാത് സമയങ്ങളിൽ തിരുത്തേണ്ട വിധത്തിൽ തന്നെ തിരുത്തി. എന്നാൽ അവരുടെ പരലോക കാര്യത്തിൽ, അവരുടെ ആത്മീയ കാര്യത്തിൽ, അവരുടെ സാംസ്കാരികമായ അധപ്പതനങ്ങളിൽ നമ്മൾ കണ്ണടച്ചു, മനഃപൂർവ്വം കണ്ണടച്ചു. അല്ലേ? ഇപ്പോൾ എന്നിട്ട് നമ്മൾ പറയാണ് ഇപ്പോഴത്തെ ചെറുപ്പക്കാരൊന്നും ശരിയില്ല, കുട്ടികളൊന്നും ശരിയില്ല, യുവാക്കളൊന്നും ശരിയില്ല. അല്ലേ? അങ്ങനെയല്ലേ സംഭവം? അപ്പൊ പ്രിയപ്പെട്ടവരെ, നമ്മൾ ചിലതൊക്കെ തീരുമാനിക്കേണ്ടതുണ്ട്. അതായത് നമ്മൾ പോകുന്നിടത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച മറ്റൊരു രീതിയുണ്ട്. അതെന്താണെന്നറിയോ? ഇപ്പൊ നമ്മൾ കണ്ടത് 2 ആയത്തുകൾ നമ്മളുടെ കൂടി പരലോക നഷ്ടത്തിന് നമ്മളുടെ മക്കളിൽ ചിലരെങ്കിലും കാരണക്കാരാകുന്നു എന്നാണ്. എന്നാൽ വിശുദ്ധ ഖുർആൻ പറയും, ജന്നാത്തു അദ്നില്ലത്തി വഅതഹും വമൻ സ്വലഹ മിൻ ആബായിഹിം, ജന്നാത്തു അദ്നി യദ്ഖുലൂനഹാ വമൻ തലഹ മിൻ ആബായിഹിം വഅസ്വാജിഹിം വദുരിയാതിഹിം. സൂറത്ത് ഇബ്രാഹിമിലും സൂറത്ത് റഅദിലുമുള്ള 2 ആയത്ത്. ചില മനുഷ്യന്മാർ സ്വർഗത്തിൽ പോകും. ആ പോകുന്ന കൂട്ടത്തിൽ അവരുടെ മാതാപിതാക്കളും അവരോടൊപ്പം ഉണ്ടാകും, അവരുടെ ഇണകളും അവരോടൊപ്പം ഉണ്ടാകും, അവരുടെ മക്കളും അവരോടൊപ്പം ഉണ്ടാകും. സുബ്ഹാനല്ലാഹ്. അങ്ങനെയാണ്. ജന്നാത്തു അദ്നി യദ്ഖുലൂനഹാ വമൻ സ്വലഹ മിൻ ആബായിഹിം. ഒന്നിങ്ങനെ മനസ്സിലിങ്ങനെ വെച്ചാൽ മതി, ഞാൻ പോകുന്ന കൂട്ടത്തിൽ എൻ്റെ അമ്മയും ഇപ്പം പോരാ, എൻ്റെ ഭാര്യ ഭർത്താവ് ഉണ്ടാവുക, എൻ്റെ മക്കൾ പേരക്കുട്ടികളെല്ലാവരും കൂടെ കൈപിടിച്ചിട്ട് ഞാനിങ്ങനെ സ്വർഗത്തിൽ പോകുന്നതൊന്നിങ്ങനെ ആലോചിച്ച് നോക്കുക. അപ്പുറത്ത് ആലോചിച്ച് നോക്കുക, ഞാൻ സ്വർഗത്തിൽ പോകുന്ന വഴിക്ക് അവർ തടസ്സം നിൽക്കുകയാണ്. വാപ്പ ആണ്ടല്ല, വാപ്പ ഇങ്ങോട്ട് പോകുന്നോടെ എന്ന് പറഞ്ഞിട്ടല്ലേ, വാപ്പ ഇങ്ങോട്ട് പോകുന്നോടെ എന്ന് പറഞ്ഞു. ഞാനാകുന്ന മാതാവ്, ഞാനാകുന്ന പിതാവ്, ഈ 2 കക്ഷിയിൽ ഏതിലാണ് ഉണ്ടാവുക? വൽമലായികതു യദ്ഖുലൂന അലൈഹിം മിൻ കുല്ലി ബാബ്. ആ കുടുംബത്തിനരികിലേക്ക് മലക്കുകൾ ഇങ്ങനെ കടന്നു വരും.
എന്നിട്ട് അവർ പറയും സലാമുൻ അലൈക്കും ബിമാ സ്വബർതും ഫനിഅമ ഉഖബദ്ദാർ. ഇങ്ങനെ ഒരു നിഅമത്ത് ലഭിക്കാൻ വേണ്ടി ദുനിയാവിൽ കുറേയേറെ നിങ്ങൾ ക്ഷമിച്ചിട്ടുണ്ട്. കുറെ പിരാക്ക് മക്കളുടെ കേട്ടിട്ടുണ്ട്, ശാപം കേട്ടിട്ടുണ്ട്, നാട്ടുകാരുടെ കുറെ അപമാനം കേട്ടിട്ടുണ്ട്, പരിഹാസങ്ങൾ കേട്ടിട്ടുണ്ട്. ഓനും ഓൻ്റെ മക്കളും വല്ല ഇത് പോയിട്ട് ഇങ്ങനെ നടക്കണം ഔലിയാപ്പാപ്പാനൊക്കെ പറഞ്ഞ് മാനം കെടുത്തിയിട്ടുണ്ട്. ഓൻ്റെ കുട്ടികൾക്ക് ദീൻ മാത്രം മതി, ദുനിയാവ് വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട്, ഒറ്റപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. 6-ാം നൂറ്റാണ്ടുകാരാണ് അവർ ഇപ്പോഴും ഒന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ നമ്മളുടെ അവസ്ഥ എന്താ? ഇപ്പൊ നമ്മളുടെ അവസ്ഥ അതാ ഖുർആൻ പറഞ്ഞത് സലാമുൻ അലൈക്കും ബിമാ സ്വബർതും. ഒരുപാട് ക്ഷമിച്ചു നിങ്ങൾ, അതുകൊണ്ട് ഫനിഅമ ഉഖബദ്ദാർ. നാട്ടിലെ ആ വീടിന് പകരമായി കിട്ടിയ വീട് എത്ര മികച്ച വീട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളോട് പറഞ്ഞത് യാ അയ്യുഹല്ലദീന ആമനു ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാന. നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണം. അത് രണ്ടും നമ്മുടെ ബാധ്യതയാണ്. അപ്പൊ പ്രിയപ്പെട്ടവരെ, എനിക്ക് ഇന്നതൊക്കെ കിട്ടണം എന്നല്ല നമ്മൾ വിചാരിക്കണം. ഞാൻ ഇന്നതൊക്കെ കൊടുക്കാനുണ്ട് ഇന്നേർക്കണ. വാപ്പ എന്നുള്ള രീതിയിൽ എനിക്ക് ആദരവും ബഹുമാനവും കിട്ടണില്ല, അമ്മ എന്നുള്ള രീതിയിൽ എന്നെ പരിഗണിക്കില്ല, ഒരു വില ഇരിക്കില്ല എന്ന് പറയുന്നതിന് മുമ്പ് നമ്മളൊന്ന് ആലോചിക്കണം. നമ്മളൊരു വാപ്പയും ഉമ്മയുമായിട്ട് മറ്റുള്ള വാപ്പ മാതാപിതാക്കളൊക്കെ മക്കളോട് കാണിക്കുന്ന മതമേഖലയിലെ താല്പര്യവും ശ്രദ്ധയും നമ്മൾക്കുണ്ടായിരുന്നുവോ എന്നത് നമ്മളൊന്ന് ആലോചിക്കണം. അവിടെയാണ് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ പ്രാർത്ഥനയിൽ വതൂബ് അലൈനാ, പടച്ചവരെ അത്തരം വീഴ്ചകൾക്ക് മാപ്പ് നൽകണമേ എന്ന പ്രാർത്ഥനയും ഒപ്പം മക്കളെ കൈപിടിച്ച് വളർത്താനുള്ള ശ്രമവും ഉണ്ടാവേണ്ടത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. യാ അല്ലാഹ് വലിവാലിദി കമാ റബ്ബയാനി സഗീറ. അൽഹംദുലില്ലാഹിൽ വാഹിദിൽ ഖഹാർ العزيز الغفار المتكبر الجبار له الكتاب وإليه الإياب وعليه الحساب. نحمده حمدا كثيرا طيبا مباركا فيه وصلى الله وسلم على محمد وآله وصحبه أجمعين. أما بعد أيها الإخوان اتقوا الله وكونوا عباد الله. ബഹുമാന്യരെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നയ നിലപാടുകൾക്ക് പരിശുദ്ധ പ്രവാചകന്മാരുടെ പാത പിൻപറ്റിക്കൊണ്ട് ജീവിച്ച് മരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മൾ മാതാപിതാക്കൾ ആയത് കേവലം ജൈവികമായ ഒരു പ്രക്രിയയുടെ ഭാഗമായി കൊണ്ട് മാത്രമല്ലല്ലോ, ഒരു ജൈവിക പ്രക്രിയയുടെ ഉപോൽപ്പന്നമായിട്ടല്ലല്ലോ നമ്മൾ നമ്മളുടെ മാതൃത്വത്തെയും പിതൃത്വത്തെയും ഒക്കെ കാണുന്നത്. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം യോട് ഖിയാമത്തിന്റെ അടയാളം എന്താണ്, ഖിയാമത്ത് എന്നാണ് എന്ന് ചോദിക്കപ്പെടുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇദാ ളുയ്യഅത്തിൽ അമാനത്തു ഫന്തളിരിസ്സാഅ. അമാനത്ത് നഷ്ടപ്പെടുന്നതായി നിങ്ങൾക്ക് മനസ്സിലായാൽ അപ്പോൾ നിങ്ങൾക്ക് ഖിയാമത്ത് പ്രതീക്ഷിക്കാം. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വീണ്ടും ആ സ്വഹാബി വരും ചോദിച്ചു, വകൈഫ ഇളാഅതുഹാ, നബിയെ അമാനത്ത് നഷ്ടപ്പെടുക എന്ന് താങ്കൾ പറഞ്ഞത് എങ്ങനെയാണ് മനസ്സിലാവുക, അതെപ്പോഴാണ് ഉണ്ടാവുക? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി ഇദാ വുസ്സിദൽ അംറു ഇലാ ഗൈരി അഹ്ലിഹി ഫന്തളിരിസ്സാഅ എന്നാണ്. അർഹതയില്ലാത്തവന്റെ കയ്യിൽ സ്ഥാനമാനങ്ങൾ എത്തിപ്പെടുക എന്നതാണ് ഖിയാമത്ത് നാളിന്റെ ലക്ഷണം. അമാനത്ത് നഷ്ടപ്പെടുക എന്നത് അതാണെന്ന്. ഞാനും നിങ്ങളും മാതാപിതാക്കളായത് ഞാൻ വേദനിപ്പിക്കാൻ വേണ്ടി പറയല്ല, അതൊരു ജൈവിക പ്രക്രിയയുടെ ഭാഗമായിട്ടുണ്ടായ ഒരു ഉപോൽപ്പന്നമായി തോന്നുന്നുവോ നമുക്ക്? അവരായി അവരുടെ പാടായി, ഞാനായി ഇന്റെ പാടായി എന്ന് പോകുന്ന വിചാരിക്കുന്ന ഒരു കോലം. നമ്മുടെ മാതാപിതാക്കൾ നമ്മളോട് ഇങ്ങനെയായിരുന്നുവോ അനുവർത്തിച്ചിരുന്നത്? ആണോ? ദീനിയായോ ദുന്യവിയായോ ഖുർആൻ ഓതാൻ അറിയുക എന്നതല്ലാതെ മറ്റു ദീനീ വിവരങ്ങളൊന്നുമില്ലാതിരുന്നിട്ടും നമ്മുടെ പാവപ്പെട്ട മാതാപിതാക്കൾ നമ്മുടെ ദീനീ മേഖലയ്ക്ക് വേണ്ടി കാണിച്ച ശ്രദ്ധയും പരിഗണനയും അതല്ലേ നമ്മുടെ പലരുടെയും അടിത്തറ ആണല്ലോ. പക്ഷെ നമ്മൾ മാതാപിതാക്കളായപ്പോൾ എന്താണ് ഇപ്പൊ ഇവിടുത്തെ അവസ്ഥ? ഇതാ ബുസ്സിദൽ അംറു ഇലാ ഗൈരി അഹ്ലിഹി, നമ്മൾ അതിന് അർഹതപ്പെട്ടവരല്ല എന്ന് വരുമോ? നമ്മൾ നല്ല മക്കളായില്ല എങ്കിൽ അപ്പോഴും നമ്മൾ തന്നെയല്ലേ ഇതിന്റെ കാരണങ്ങളിലൊന്ന്.
ഇന്നയാൾ അധികാരത്തിലെത്തിയാൽ അപ്പം പ്രതീക്ഷിക്കാം എന്നാണോ അതിന്റെ അർത്ഥം? അല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഓരോരുത്തർക്കും ജീവിതത്തിൽ പല മേഖലകളിൽ പല ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട്, പല സ്ഥാനമാനങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട്, പദവികൾ നൽകിയിട്ടുണ്ട്. ആ ഉത്തരവാദിത്തങ്ങളും പദവികളും സ്ഥാനമാനങ്ങളോടും പൂർണ്ണാർപ്പണ ബോധത്തോടുകൂടി പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ, അതിന്റെ ബാധ്യതകൾ നിർവഹിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ, നോക്കൂ നിങ്ങൾ, മക്കളോടുള്ള ബാധ്യതകളായിട്ട് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് കിട്ടിയ കുറേയേറെ കാര്യങ്ങൾ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നത്. അതിൽ ഒന്നാമത്തെ അദ്ദേഹം പറഞ്ഞത് ഹുസ്നു തസ്മിയ എന്ന, മക്കൾക്ക് നല്ല പേരിടണം, മക്കൾക്ക് നല്ല പേരിടണം. എന്താണ് നമ്മളുടെ മക്കളുടെയൊക്കെ പേരിന്റെ അർത്ഥം നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? അല്ലെ ഇപ്പൊ അർത്ഥമൊക്കെ ആലോചിച്ചിട്ടാണ് അപ്പൊ അത് ചെയ്യുന്നത്. പുതിയ കുട്ടികളുടെ കാര്യം പറഞ്ഞു, നമ്മളെ കാര്യമല്ല. 2 ഇഹ്റാഖു ദമിഹി യൗമ സാബിഅഹിന, 7-ാം നാളിൽ അഖീഖ അറുക്കാൻ കഴിയണം, മുടി മുറിക്കണം. പിന്നെ അത് പോവുകയാണ്, അവനെ മതവിജ്ഞാനീയങ്ങൾ പഠിപ്പിക്കണം. പഠിപ്പിച്ചത് തമ്രീനുണ്ടാവണം, പരിശീലനം നൽകിക്കൊണ്ടിരിക്കണം. മതമേഖലയിലെ ഫർളുകളും സുന്നത്തുകളും അദബുകളും അവൻ ശീലിക്കുന്നു എന്ന് ഉറപ്പുവരുത്തണം. മതപഠന സംരംഭങ്ങളിൽ നിന്ന് പിന്നോക്കം നിൽക്കാതെ അവനെ നിങ്ങൾ അവിടെ ഹാജരാക്കണം. അങ്ങനെ അവൻ പ്രായപൂർത്തിയായി വരുമ്പോൾ 7-ാമത്തെ വയസ്സ് മുതൽ അവനെ നമസ്കാരം ശീലിപ്പിക്കണം. 10 വയസ്സായിട്ടും അവൻ അത് ചെയ്തില്ലെങ്കിൽ അവനെ അതിന്റെ പേരിൽ ശിക്ഷിക്കുകയും ചെയ്യണം. അവിടെ നിർത്തിയില്ല. പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് വഅ്മുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാന, നബിയെ താങ്കൾ താങ്കളുടെ കുടുംബങ്ങളോട് നിരന്തരം നമസ്കരിക്കാൻ പറഞ്ഞുകൊണ്ടിരിക്കണം അല്ലേ? അവന് പ്രായപൂർത്തിയായിന്നോ കല്യാണം കഴിച്ച് വിട്ടൂല പണ്ണ് കെട്ടിക്കൊടുത്ത് ഓരോ 4 മക്കളായിന്നോ പറഞ്ഞിട്ട് ഒഴിവാക്കാൻ പറ്റിയതല്ല നമ്മളാകുന്ന മാതാപിതാക്കൾക്ക് എന്നർത്ഥം. നിങ്ങൾക്കറിയുമോ, 3 വയസ്സുള്ള ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ വായിൽ സക്കാത്തിന്റെ വിഹിതത്തിൽപ്പെട്ട ഒരു ഈത്തപ്പഴം ചെന്ന് പെട്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണുന്നു. അത് 3 വയസ്സുള്ള കുട്ടിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കുട്ടിയുടെ വായിൽ നിന്ന് ആ ഈത്തപ്പഴം വലിച്ചു പറിച്ച് ദൂരേക്ക് കളയും. അപ്പൊ ചോദിക്കുന്ന ഒരു ചോദ്യം എന്താ അറിയോ? അമാ തഅലമു അന്നാലാന ഉക്കുലു സ്വതക്കാൻ, മോനെ നിനക്കറിയില്ലടാ, നമുക്ക് സ്വതക്ക തിന്നാൻ പറ്റൂല എന്ന് നിനക്കറിയില്ലേ? ആർക്ക്? 3 വയസ്സുള്ള കുട്ടിക്ക് അത് അറിയില്ലേ എന്നാ ചോദിച്ചാൽ അതിന്റെ മുമ്പ് തന്നെ അത് പഠിപ്പിച്ചിരുന്നു എന്നർത്ഥം. 3 വയസ്സിന് മുമ്പ് തന്നെ ഇസ്ലാമിൽ പ്രാഥമികമായ ഹലാൽ ഹറാമുകൾ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ മക്കൾക്കും പേരമക്കൾക്കും ഒക്കെ പഠിപ്പിച്ചിരുന്നു. അവിടെ മുതൽ തുടങ്ങിയ ആ അധ്യാപനമാണ് കല്യാണം കഴിച്ചു പോയതിന് ശേഷവും ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ ചെന്നിട്ട് അലാ തുസല്ലിയാൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചത്. നമുക്ക് പറ്റിയ വീഴ്ച എവിടെയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് രണ്ടും പറഞ്ഞത്. 6-ാം മാസത്തിൽ പ്ലേ സ്കൂളിലും 2.5 വയസ്സ് മുതൽ KG ക്ലാസ്സുകളിലും കൊണ്ടുപോയി വിട്ട് കൊടുക്കുന്ന ദുനിയാവിന്റെ ആ അറിവിന്റെ 10-1 മക്കളുടെ ദീനീ കാര്യങ്ങൾക്ക് മാറ്റിവെക്കാൻ നമ്മുടെ മാതാപിതാക്കൾക്ക് ഇനിയും സാധിച്ചിട്ടില്ല എങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ നിലവിളിക്കേണ്ടി വരും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. നമ്മുടെ മക്കളെ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട മക്കളായി, ഇസ്ലാമിനോട് അഭിമാനമുള്ളവരായി, ഇസ്ലാമിന്റെ സിംബലുകളെ, ചിഹ്നങ്ങളെ, ശിആറുകളെ ജീവിതത്തിൽ പുലർത്തുന്നത് അന്തസ്സായി കാണുന്ന, ആരാധനാനിഷ്ഠരായ, സ്വഭാവശുദ്ധിയുള്ള, ആദർശശുദ്ധിയുള്ള, അള്ളാഹുവിന്റെ ഇഷ്ടക്കാരായ മക്കളായി വളർന്നു വരുവാനും ഒരുപാട് കാലം അങ്ങനെ ജീവിക്കാനും ദീനിനും ദുനിയാവിനും ഒരുപോലെ സേവനം ചെയ്തുകൊണ്ട് അള്ളാഹുവിന്റെ ഇഷ്ടക്കാരായി മരണപ്പെടാനും റബ്ബ് സുബ്ഹാനഹു വ തആല അവർക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മുടെ മക്കളെ അതുപ്രകാരത്തിൽ വളർത്തിക്കൊണ്ടുവരുന്നതിൽ ജാഗരൂകരായിരിക്കാൻ, ഈമാനോടെ തഖ്വയോടെ അവരെയും നമ്മളെയും ഒരുമിച്ച് സ്വർഗപ്രവേശനം സാധ്യമാകുന്ന രൂപത്തിൽ നമുക്ക് മാതാപിതാക്കളുടെ ബാധ്യതകളും
ഉത്തരവാദിത്തങ്ങളും നിർവഹിക്കാനുള്ള തൗഫീഖ് റഹ്മാനായ റബ്ബേ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ നാഥാ. മക്കളെയോ ഞങ്ങളെയോ ജന്നാത്തുൽ ഫിർദൗസിന്റെ അഹലുകാരാകാനുള്ള അവകാശങ്ങളിൽ നിന്ന് തട്ടിമാറ്റാനുള്ള എല്ലാ പൈശാചിക ശ്രമങ്ങളെയും പടച്ചവനെ ചെറുത്തു തോൽപ്പിക്കാൻ അവർക്കും ഞങ്ങൾക്കും കരുത്തേകണമേ റഹ്മാനെ. മാതാപിതാക്കളോടും ഇണകളോടും മക്കളോടും ഒപ്പം നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാനുള്ള യോഗ്യത നേടുന്ന രൂപത്തിൽ ജീവിച്ച് മരിക്കാൻ തൗഫീഖ് നൽകണമേ റഹ്മാനെ. എല്ലാ വിധത്തിലുള്ള പുത്തൻ സമ്പ്രദായങ്ങളിൽ നിന്നും എല്ലാ വിധത്തിലുള്ള പുത്തൻ വാദങ്ങളിൽ നിന്നും വിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും യഥാർത്ഥ ശാദ്വലതയിലേക്ക് ഒതുങ്ങിക്കൂടാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണമേ റഹ്മാനെ. ആയുസ്സോടെ ആരോഗ്യത്തോടെ ഒരുപാട് കാലം ഈമാനോടെ തഖ്വയോടെ തൗഹീദോടുകൂടി ജീവിക്കുവാൻ, കലിമത്ത് തൗഹീദ് ഉൾക്കൊണ്ടുകൊണ്ട് ഉച്ചരിച്ചുകൊണ്ട് ദുനിയാവിനോട് വിട പറയാൻ, നാളെ കുടുംബസമേതം ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടുതൽ ഉൾപ്പെടാൻ റഹ്മാനെ തൗഫീഖ് നൽകണമേ ഞങ്ങൾക്കും ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും. അള്ളാഹുവേ, രോഗം കൊണ്ട് വലിയുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് സിഫത്ത് നൽകണമേ റഹ്മാനെ. മരണപ്പെട്ടു പോയ സത്യവിശ്വാസികളായ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ഖബറിടങ്ങൾ വിശാലമാക്കണമേ റഹ്മാനെ. ജന്നാത്തുൽ ഫിർദൗസിൽ അവരെയും ഞങ്ങളെയും ഒരുമിപ്പിക്കണമേ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാദിയൽ ഹജാത്ത്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ ദുനൂബനാ വഖതായാനാ യാ ഗാഫിറുൽ മുദ്നിബീൻ. اللهم أجرنا وأجر والدينا وأغننا من النار. اللهم أعز الإسلام والمسلمين توفنا مسلمين وألحقنا بالصالحين. وصلى الله وسلم على